മുല്ലപ്പെരിയാർ. പശ്ചിമഘട്ടത്തിന്റെ നെഞ്ചിൽ ഒരു നൂറ്റാണ്ടിലേറെയായി പെരിയാറിന്റെ വെള്ളം തടഞ്ഞു നിർത്തുന്ന കരിങ്കൽ ഭീമൻ. 1895 കമ്മീഷൻ ചെയ്ത ഈ അണക്കെട്ടിന് ഇന്ന് 131 വർഷത്തോളം പഴക്കമുണ്ട്. കാലം മാറി, മുല്ലപ്പെരിയാർ ഇന്നും അവിടെ തന്നെ. പക്ഷേ ഇത്രയും പഴക്കമുള്ള ഒരു അണക്കെട്ടിന്റെ മുന്നിൽ ഒരു ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. സുരക്ഷ എത്രത്തോളം ഉറപ്പാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ കരിങ്കൽ അണക്കെട്ട് അന്നത്തെ കാലത്ത് അതിശയിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഒരു അണക്കെട്ടിന്റെ സുരക്ഷ അതിന്റെ പ്രായം മാത്രം നോക്കിയല്ല വിലയിരുത്തുന്നത്. ഘടനയുടെ അവസ്ഥ, ജലനിരപ്പ്, ഭൂചലന സാധ്യത, ചോർച്ച, സമ്മർദ്ദം എല്ലാം നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട്. മഴക്കാലമെത്തുമ്പോൾ പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് വെള്ളം റിസർവോയറിലേക്ക് ശക്തമായി ഒഴുകിയെത്തുന്നു. ജലനിരപ്പ് ഉയരുമ്പോൾ അണക്കെട്ടിനുമേൽ പ്രവർത്തിക്കുന്ന ജലസമ്മർദ്ദവും കൂടുന്നു. അതുകൊണ്ട് ഓരോ നിലയും നിർണായകമാണ്. മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർഷങ്ങളായി തുടരുകയാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കവും ഇതോടൊപ്പം നീണ്ടുപോകുന്നു. ഒരു വശത്ത് കേരളത്തിന്റെ സുരക്ഷാ ആശങ്കകൾ, മറുവശത്ത് തമിഴ്നാടിന്റെ ജലാവകാശം. നടുവിൽ നിൽക്കുന്നത് മുല്ലപ്പെരിയാർ. പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ ഭയം അണക്കെട്ടിന്റെ മുകളിലല്ല, അതിന്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലാണ്. പെരിയാറിന്റെ താഴ്വരയിൽ വീടുകളും റോഡുകളും പാലങ്ങളും കൃഷിയിടങ്ങളും ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഈ പ്രദേശവുമായി ചേർന്നു കിടക്കുന്നു. ഒരു വലിയ ദുരന്തമുണ്ടായാൽ അതിന്റെ ആഘാതം വെള്ളമൊഴുകുന്ന വഴികളിലൂടെ വളരെ ദൂരത്തേക്ക് എത്താം. ആദ്യം വെള്ളം, പിന്നെ മണ്ണും മരങ്ങളും അവശിഷ്ടങ്ങളും. ഒരു നിമിഷം കൊണ്ട് പരിചിതമായ ഭൂപ്രകൃതി തന്നെ മാറിയേക്കാം. റോഡുകൾ തകരാം, പാലങ്ങൾ തകർന്നു പോകാം, കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലാകാം, സാധാരണ ജീവിതം പെട്ടെന്ന് നിലച്ചു പോകാം. സ്കൂളുകളും ആശുപത്രികളും വീടുകളും ഒരു വലിയ വെള്ളപ്പാച്ചിലിന്റെ മുന്നിൽ എത്രത്തോളം സുരക്ഷിതമാണെന്നത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ വെറുമൊരു അണക്കെട്ടിന്റെ കഥയല്ല, ഇത് മനുഷ്യജീവിതത്തിന്റെയും സുരക്ഷയുടെയും കഥയാണ്. വർഷങ്ങളായി വിദഗ്ധ സമിതികളും കോടതികളും സർക്കാരുകളും ഈ വിഷയത്തെ പരിശോധിച്ചു വരുന്നു. സുരക്ഷയും ജലനിരപ്പും പ്രധാന ചർച്ചകളാണ്. അതിനാൽ ചോദ്യം അണക്കെട്ട് പൊട്ടുമോ എന്നത് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ തയ്യാറാണോ എന്നതുമാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? അടിയന്തര രക്ഷാപ്രവർത്തന പദ്ധതികൾ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ടോ? താഴ്ന്ന പ്രദേശങ്ങളിലെ ഓരോ കുടുംബത്തിനും അപകട സാഹചര്യത്തിൽ എവിടേക്ക് പോകണമെന്ന് കൃത്യമായി അറിയാമോ? കാരണം ദുരന്തം സംഭവിച്ച ശേഷം രക്ഷപ്പെടുന്നതിനേക്കാൾ ദുരന്തത്തിന് മുൻപ് തയ്യാറെടുക്കുന്നതാണ് യഥാർത്ഥ സുരക്ഷ. മുല്ലപ്പെരിയാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊരു കാര്യമാണ്: പ്രകൃതിയുടെ ശക്തിയെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ അണക്കെട്ടിന് മുന്നിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭയപ്പെടുക മാത്രമല്ല, വസ്തുതകൾ അറിയണം. എന്താണ് സത്യം, എന്താണ് അഭ്യൂഹം തിരിച്ചറിയണം. വികാരങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ വിലയിരുത്തലുകളും സുതാര്യമായ വിവരങ്ങളും ജനങ്ങളിലെത്തണം. കാരണം ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ അതിനു മുമ്പേ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതാണ് ബുദ്ധി. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ ഒരു രാഷ്ട്രീയ തർക്കം മാത്രമല്ല, മനുഷ്യരുടെ ജീവനും ഭാവിയും ഉൾപ്പെടുന്ന വിഷയമാണ്. ഈ അണക്കെട്ടിന്റെ ചരിത്രം നമ്മെ പിന്നിലേക്ക് നോക്കാൻ മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിപ്പിക്കുന്നു. മുല്ലപ്പെരിയാർ ഇന്നും നിൽക്കുന്നു. പക്ഷെ ചോദ്യം നമ്മളോടാണ്: സുരക്ഷിതമായ ഒരു നാളേക്കായി നമ്മൾ ഇന്ന് തയ്യാറാണോ?